അടുത്തിടെ അങ്ങ് പറഞ്ഞതാണ് ഇവാഞ്ചലൈസേഷനെ കുറിച്ച് പ്രത്യേകിച്ച് ശ്രദ്ധ ആർജിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് പറഞ്ഞതാണ്. പരിശുദ്ധ സഭയ്ക്ക് ഇവാഞ്ചലൈസേഷനോടുള്ള സമീപനം എന്താണ്? ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം എന്നും സഭ അംഗങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് യഥാർത്ഥ ഇവാഞ്ചലൈസേഷൻ. ദൈവത്തിനു മുമ്പാകെ നമ്മൾ പറയുന്നതും ജീവിക്കുന്നതും തമ്മിൽ ബന്ധമില്ലെങ്കിൽ ഇവാഞ്ചലൈസേഷൻ ഇഫക്റ്റീവ് ആവില്ല, താൽക്കാലികമാവുകയുള്ളൂ. എന്നാൽ ഇവാഞ്ചലൈസേഷൻ ഇഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ സഭാംഗങ്ങളുടെ ജീവിതം കൊണ്ടാണ് ഇവാഞ്ചലൈസേഷൻ സാധിക്കുന്നത്. സഭകളിൽ നമ്പർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഓർത്തഡോക്സ് സഭയുടെ ഒരു വീക്ഷണമല്ല. ഓർത്തഡോക്സ് സഭകൾ ആരും ഇവാഞ്ചലൈസേഷൻ കൊണ്ട് ആളുകളെ ഏതെങ്കിലും തരത്തിൽ ക്രിസ്ത്യാനികളായി കൺവേർട്ട് ചെയ്യണമെന്നുള്ള വീക്ഷണം ഓർത്തഡോക്സ് സഭയ്ക്കില്ല. ഓർത്തഡോക്സ് സഭകളെല്ലാം സുവിശേഷം അറിയിക്കുന്നുണ്ട്, മറ്റുള്ളവരെ അറിയിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അത് വേറൊരു തരത്തിൽ അവരെ സ്വാധീനിക്കുകയില്ല. നേരെ മറിച്ച് അവർക്ക് സഭയുടെ വിശ്വാസം അവർക്ക് ബോധ്യമാകുന്നെങ്കിൽ വരികയും അതിൽ സംബന്ധിക്കുകയും ചെയ്യുന്നതിന് സ്വാഗതമുണ്ട്, അവരെ സഭ സ്വീകരിക്കും. അങ്ങനെയുള്ള ഇവാഞ്ചലൈസേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഉദാഹരണമായിട്ടിപ്പോൾ നമുക്ക് ഏതാനും ആൾക്കാർ പോർട്ടുഗലിൽ നമ്മളോട് ചേരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലർ പോർട്ടോറിക്കോയിൽ നിന്നുള്ളവരുണ്ട്, ബ്രസീലിൽ നിന്നുള്ളവരുണ്ട്, പെറുവിൽ നിന്നുള്ളവരുണ്ട്. ഇവരെല്ലാം പലതരത്തിലുള്ള ഭാഷകളാണ്. പക്ഷേ അവർക്ക് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പാരമ്പര്യത്തോട് അവർക്ക് വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് അവർ സഭയോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നോർത്ത് അമേരിക്കയിൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓൾറെഡി നമുക്ക് റെയ്നി വിലാത്തി തിരുമേനിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവർ നമ്മുടെ സഭയോട് ചേർന്ന് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായ സഭയോട് ചേരുവാൻ ആഗ്രഹിക്കുന്നവരെ സഭ ചേർക്കുന്നു. അത് ഇതിൻ്റെ സാക്ഷ്യം മറ്റുള്ളവർ അറിയുന്നത് കൊണ്ടാണ്. ആ സാക്ഷ്യം ആണ് സഭ വിശ്വസിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അവരെ മറ്റൊരു കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് ഓർത്തഡോക്സ് സഭയുടെ ഒരു വീക്ഷണമല്ല.